ജോർജിയൻ യാത്രാവിശേഷങ്ങളിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കഖേത്തി ട്രഡീഷണൽ വൈൻ ഫാക്ടറിയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാം. ജോർജിയയിലാണ്, ഇവിടെ കഖേത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. കഖേത്തിയിലെ ഒരു വൈൻ ഫാക്ടറിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വൈൻ ഡിസ്റ്റിലറിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കഖേത്തി വൈൻ ഫാക്ടറി, ജോർജിയ. കഖേത്തി മേഖലയിൽ നിന്നുള്ള വിവിധതരം മുന്തിരിയുടെ ചാറുകൾ ഉപയോഗിച്ചാണ് ഇവർ വിവിധ ബ്രാൻഡുകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. സഞ്ചാരികൾക്കായി ഗ്ലാസ് ഉണ്ട്. ഏത് വൈൻ വേണമെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സഞ്ചാരികളെ അവർ അകത്തേക്ക് ക്ഷണിക്കുന്നുമുണ്ട്. രണ്ട് സൈഡും വൈനുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്നത് വൈൻ സൂക്ഷിച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വെസൽസാണ്. ഈ വെസൽസിൻ്റെ ഊഷ്മാവ് എന്ന് പറയുന്നത് 2 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെയാവും. അത്ര നല്ല തണുപ്പിലാണ് ഈ വൈൻ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഓരോ പ്രോസസ്സും, ഓരോ ബ്രാൻഡിനും ഓരോ പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വൈൻ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ വിശദമായി തന്നെ KTWൻ്റെ സ്റ്റാഫ് ഓരോന്നിനെക്കുറിച്ചും സഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട്. Because the color is the skin only of the grape, and when we remove skin, inside pulp is white. That's why it's white. But when we press slowly with skin, we have pink wines and also sparkling wines for Chaveri. Chaveri has aroma of green apple, and this wine is very tasty to drink with white meat, with cheese, or maybe with fishes. So if you like our wines, remember these numbers actually, okay? Because our wine name is difficult for you. In a shop you can tell me the numbers and I will show you which one it is, okay? 26 നമ്പർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെസൽസിലെ വൈൻ്റെ പ്രോസസ്സിങ് രീതിയും അതിൻ്റെ ഗുണങ്ങളുമാണ് ഇപ്പോൾ അവരുടെ സ്റ്റാഫ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഈ വൈൻ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ 26 നമ്പർ അവരുടെ സ്റ്റോളിൽ ചെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. Type of grape, Soligauri, that we are making from Soligauri grapes. This is very popular wine because this is wine. And this is like dessert wine for fruits and for salad. And which has aroma of pear and also citrus. This is very delicious one. And also one more thing that here we have wines made as European technology. In every wine we have 12% of alcohol on it and no rum, but we have strong alcohols here like Georgian brandy and Georgian Jaja. We will taste it first. So we can taste now Tuishi. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഉണങ്ങിയ ചുവന്ന മുന്തിരിയിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന വൈനാണ്. ഈ ഓക്ക് ബാരലെല്ലാം ഫ്രാൻസിൽ നിന്നാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബ്രാൻഡിൻ്റെ പേരാണ് മക്കുസാനി. മക്കുസാനി എന്ന് പറയുന്ന ഒരു ഉണങ്ങിയ മുന്തിരിയുടെ വൈനാണ് ഈ ഓക്ക് ബാരലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. 12 വർഷമാണ് ഇവരിത് സൂക്ഷിക്കുന്നത്. ഏത് വൈൻ വേണമെങ്കിലും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വൈൻ്റെ നമ്പർ ഈ വെസലിൽ എഴുതിയിട്ടുണ്ട്. ആ വെസലിൻ്റെ നമ്പർ നമ്മൾ സ്റ്റോറിൽ ചെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. താങ്ക് യു. മതലൂബ. അങ്ങനെ കഖേത്തി ട്രഡീഷണൽ വൈൻ ഫാക്ടറിയുടെ ഉള്ളിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് അവരുടെ സ്റ്റോറേജ് ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ ഇല്ല, കാരണം ഇവിടുത്തെ ഹാർവെസ്റ്റിംഗ് ടൈം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. അങ്ങനെ വൈൻ്റെ സാമ്പിളുകളെല്ലാം കുടിച്ച് ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ വേണ്ടി അവരുടെ എൻട്രൻസിലുള്ള സ്റ്റോറിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് പ്രോഡക്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവരുടെ ഓരോ പ്രോഡക്റ്റാണ്. മുളയുടെ കുറ്റിയിലാണ് ഈ വൈൻ നിറച്ചിരിക്കുന്നത്. ഇത് ബോട്ടിലാണ്. മുളയുടെ ഒരു ചുറ്റുണ്ട്. ഇത് ക്ലേ ആണ്. ക്ലേയിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ വിലപിടിപ്പുള്ള വൈനുകളാണ്. ഇങ്ങനെ പല രീതിയിലുള്ള വൈനുകൾ അവർ ഇവിടെ സ്റ്റോറിൽ സൂക്ഷിച്ചിട്ടുണ്ട്.
ഇത് നമ്മൾ ചാച്ച എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ്. ചാച്ച എന്നാൽ ഇവിടുത്തെ ട്രഡീഷണൽ ചാരായമാണ്. ഈ വൈൻ ഉണ്ടാക്കിയ ഈ മുന്തിരിയുടെ ചണ്ടിയിൽ നിന്നും വാറ്റിയെടുക്കുന്ന ചാരായമാണ് ചാച്ച. അതും ഇവർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങനെ കഖേത്തിയിലെ ട്രഡീഷണൽ ആയിട്ടുള്ള വൈൻ ഡിസ്റ്റിലറി നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ജോർജിയൻ വിശേഷങ്ങൾ ഇനിയുമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതായിരിക്കും.